നിങ്ങൾ വായ തുറന്ന് ശ്വാസം വലിക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വായ തുറന്ന് പല്ലുന്തി മുഖമൊന്ന് നീണ്ട് കവിളിലുകൾ പതിഞ്ഞ് ഒരു ഉറക്കം തൂങ്ങി ഉഷാറില്ലാത്ത കുട്ടികൾ. ഇതിനെയാണ് അഡിനോയിഡ് ഫേഷ്യസ് എന്ന് പറയുന്നത്. അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. മൂക്കിൻ്റെ പുറകിൽ ചെറുനാവിൻ്റെ മുകളിലായിട്ട് ഉണ്ടാവുന്ന ഈ അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് മൂക്കടപ്പുണ്ടാവുകയും കുട്ടികൾ വായ തുറന്ന് ശ്വാസം വലിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള കുട്ടികൾ ഉറക്കത്തിൽ നന്നായിട്ട് കൂർക്കം വലിക്കും, വായ തുറന്നിട്ടായിരിക്കും ഉറങ്ങുക. ഉറക്കത്തിൽ ഞെട്ടി ഉണർന്ന് ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ഉണ്ടാവും, തിരിഞ്ഞും മറിഞ്ഞും കിടന്നാണ് ഉറങ്ങുക. ഇങ്ങനെയൊക്കെ ഉറങ്ങി രാവിലെ എണീക്കുമ്പോൾ ഉറക്കം തൂങ്ങി ഒരു ഉഷാറില്ലാതെയാവും. ഇങ്ങനെയുള്ള കുട്ടികളിൽ അടിക്കടിയുള്ള ജലദോഷം, വിട്ടുമാറാത്ത ജലദോഷം, തുമ്മൽ, തൊണ്ട കുത്തിയുള്ള ചുമ, ചെവിയിലേക്കുള്ള ഇൻഫെക്ഷൻ, ചെവി വേദന, ചിലപ്പോൾ ചെവി പൊട്ടി പഴുപ്പ് ഉണ്ടാവുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണാം. ഈ കുട്ടികളുടെ കേൾവിക്കുറവ് ഉണ്ടാവുന്നത് കൊണ്ട് അവർ പഠിത്തത്തിൽ പിന്നോട്ട് പോവുകയും അവരുടെ പഠന നിലവാരം താഴുകയും ചെയ്യും. ഇതിൻ്റെ എല്ലാം കാരണമാണ് അഡിനോയിഡ് വീക്കമാണ്. ഈ അഡിനോയിഡ് വീക്കം എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം? എക്സ്റേ എടുത്തും മൂക്കിൽ കൂടി എൻഡോസ്കോപ്പി ചെയ്തും ഈ അഡിനോയിഡ് വീക്കം നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണിത് ചികിത്സിക്കുക? ചെറിയ രീതിയിലുള്ള വീക്കമാണെങ്കിൽ മൂക്കിൽ സ്പ്രേ ഉപയോഗിച്ച് 2-3 മാസം കഴിയുമ്പോൾ ലക്ഷണങ്ങൾ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ലക്ഷണങ്ങൾ മാറിയിട്ടില്ലെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ സർജറിയാണ്. മൂക്കിലൂടെ എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് സ്ക്രീനിൽ അഡിനോയിഡ് കണ്ടിട്ട് വായിൽ കൂടി കോബ്ലേറ്റർ അല്ലെങ്കിൽ മൈക്രോ ഡീബ്രൈഡർ എന്നുള്ള ഉപകരണം ഉപയോഗിച്ചിട്ടാണ് അഡിനോയിഡക്ടമി ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ വ്യക്തമായി കണ്ട് അഡിനോയിഡ് സർജറി ചെയ്യുന്നത് കൊണ്ട് വീണ്ടും അഡിനോയിഡ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് തീരെയില്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ രോഗം പൂർണ്ണമായും മാറും. പല്ല് ഉന്തിയതിന് നമ്മൾ ഒരു ഡെന്റൽ സർജന്റെ സഹായം നോക്കേണ്ടതാണ്.